എല്ലാ കൂട്ടുകാരെയും ജഫറി ടിപ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പൂച്ചെടിയാണ് കേട്ടോ. ആ പൂച്ചെടി ഏതാണെന്നറിയാമോ? നമ്മുടെ ഹാങ്ങിങ് പൂപ്പി. അതായത് ആ ഒരു ചെടിനെ കുറിച്ച് ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ വീഡിയോയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതിൽ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ ആ ചെടീനെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ആ ചെടീനെ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാനും കൂടെ പറ്റിയ നല്ലൊരു അവസരമാണ് കേട്ടോ. അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഹാങ്ങിങ് പോപ്പിയിലെ പൂക്കൾ എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ ഇപ്പൊ ഇട്ട വീഡിയോ അല്ല, നമ്മളൊരു കുറച്ച് നാൾ മുന്നേ ഇട്ടൊരു വീഡിയോ ആണ്. അപ്പൊ ആ ഒരു ചെടിയിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമാതിരി നമുക്ക് പൂക്കൾ ഉണ്ടാകും കേട്ടോ. അപ്പൊ ചെറിയ ആ ഒരു ഭാഗം കൂടെ കണ്ടിട്ട് വാ. അതിനുശേഷം നമ്മൾ ഇപ്പൊ നട്ടു വെച്ചേക്കണം നമ്മുടെ ചെടിയും കൂടെ കാണിച്ചു തരാവേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഹാങ്ങിങ് പൂപ്പി. അപ്പം ഭയങ്കര ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നാൾ മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പൂപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പം അത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ ഹാങ്ങിങ് പോപ്പി നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഇതിപ്പോൾ നട്ടിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഫ്ലവർ ആയി വരാനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെടീനെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കാണിക്കുമ്പം പലർക്കും കുറേ സംശയങ്ങളുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ സംശയം? അതായത് എല്ലാവരുടെ വീട്ടിൽ തന്നെ ഈ ഒരു ചെടിയുണ്ട്. നമ്മുടെ നാടൻ ബോൾസ് എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ചെടിയാണ്. അപ്പം അതിൻ്റെ ഫ്ലവറും ഇതിൻ്റെ ഫ്ലവറും ലീഫും എല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ആ ചെടി തന്നെയാണോ ഈ ചെടിയെന്ന്. പക്ഷെ അതല്ല കേട്ടോ. മറ്റേ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ നാടൻ ബോൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എവിടെ നട്ടാലും അതിങ്ങനെ ഹൈറ്റ് വെച്ച് പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ചെടിയാണ് കേട്ടോ. അത് അങ്ങനെ നമ്മൾ ചട്ടിയിലൊക്കെ നടുന്ന ചെടികളാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടി നമ്മുടെ പോട്ടിൽ ഇങ്ങനെ വന്ന് ഈ പോട്ട് നിറച്ചിങ്ങനെ ബുഷിയായി നിന്നിട്ട് പൂക്കൾ ഇടും കേട്ടോ. ഇതിങ്ങനെ മുകളിലേക്ക് ഹൈറ്റ് വെച്ച് പോകൂല. അതാണ് ഈ ഒരു ചെടീന്റെ പ്രത്യേകത. അപ്പൊ അത് നേരത്തെ ആ ഒരു വിഷ്വലിൽ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. അപ്പം ഇതുപോലെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പം അതായത് ഈ ഒരു ഹാങ്ങിങ് പോപ്പിനെ നടാനായിട്ട് ഇഷ്ടപ്പെടുന്നവര് ഇതുപോലെ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ ഇനി നമ്മുടെ കൈവശമുള്ള നമുക്ക് കുറച്ച് ചെടികളെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് നമ്മുടെ ഹാങ്ങിങ് ബോട്ടിലേക്കിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് നമുക്കൊരു കുറച്ച് ഭാഗത്ത് കുറച്ചും കൂടെ പൂക്കള് നിറയ്ക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാവേ. അപ്പൊ ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിലുള്ള നമ്മുടെ ഹാങ്ങിങ് പോപ്പിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പം ഇതുപോലത്തെ ചെടികൾ വേണ്ടവര് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളവർക്ക് മാത്രം വാങ്ങിക്കാവുന്ന ചെടിയാണ് കേട്ടോ. ഇതുപോലെയൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത്. ചെറിയ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. പക്ഷെ ഇതൊരു ചെറിയൊരു കഷ്ണം മതി നമുക്ക് പിടിച്ചു കിട്ടാനായിട്ട്. അപ്പം ഇതുപോലത്തെ കവറിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇതേ സൈസിലുള്ള ചെറിയ പ്ലാന്റ് ഇങ്ങനത്തെ കിട്ടും. കാണിച്ചു തരാം വേറെ സൈസ്. ഇത് ഇങ്ങനത്തെ കളർ കേട്ടോ. ചില പ്ലാന്റിന് വലിപ്പമുണ്ട് കേട്ടോ, ചിലത് തീരെ ചെറുതുമാണ്. ഇത് കണ്ടോ, ഇതുപോലെ ഭയങ്കര ഭംഗിയുള്ള കളറാണ് കേട്ടോ. അപ്പം ആദ്യം വാങ്ങുന്നവർക്ക് ഇതിൻ്റെ എല്ലാ കളറും കിട്ടും. പിന്നെ അങ്ങോട്ട് പോകുന്നവർക്ക് കളറുകൾ കുറഞ്ഞു വരും കേട്ടോ. ഇതുപോലെയാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു നല്ല കളർ നോക്കി ഒരു 2 പ്ലാന്റ്സ് അങ്ങ് എടുക്കാം അല്ല. അപ്പം ഒന്ന് റെഡും എടുത്തു, ഒന്നൊരു എന്താ പറയുക, ഒരു വൈറ്റ് അല്ല കേട്ടോ, ലൈറ്റ് റോസാണ്. പിന്നെ ഒരെണ്ണം നമുക്ക് ഡാർക്ക് എടുക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഒന്നും ഫ്ലവർ ആയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കളർ മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വീണ്ടും നമുക്ക് ഒരു റെഡും കൂടി എടുക്കാം. എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് നമുക്കൊന്ന് നടാവേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ കാണിച്ചേക്കൊണ്ടുള്ള പ്ലാന്റ്സുകൾ വാങ്ങാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനത്തെയാണ് കേട്ടോ. ചെറിയ ട്രേയിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ, ഇതുപോലെ നമുക്ക് ചകിരിച്ചോറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണ പ്ലാന്റ് ആണ്. എല്ലാം ഒന്നും ഒരേ സൈസിലല്ല കേട്ടോ. ചിലത് വലുത്, ചിലത് ചെറുത്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇതുണ്ടോ, ഇതുപോലെയാണ് കേട്ടോ. പക്ഷെ നല്ല ഹെൽത്തിയായ നല്ല അടിപൊളി പ്ലാന്റ് ആണ്. അപ്പം പിന്നീട് അങ്ങോട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും തരാനുണ്ടാകുള്ളൂ. എല്ലാം കുറേ കളറുകളുണ്ട് കേട്ടോ. പക്ഷെ എല്ലാത്തിനും ഫ്ലവർ ആകാത്തത് കൊണ്ട് ഏതൊക്കെ കളറാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റൂല. അപ്പം നമ്മളൊരു 5 പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ 10 പ്ലാന്റിൻ്റെ കോംബോ ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് തരുന്നത്. പിന്നെ നമുക്ക് ചെടി നടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നമുക്ക് കുറച്ച് പോട്ടി മിക്സർ എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളിങ്ങനെ പോട്ടി മിക്സർ സെറ്റാക്കി വെച്ചേക്കണതാണ്.
ഇതുപോലെ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ്, മണല്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എല്ലാം കൂടെ ചേർന്ന ഒരു പോട്ടി മിക്സറാണ് കേട്ടോ. ഇതുപോലെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുണ്ടല്ലോ, നമ്മൾ കൊറിയറായിട്ട് വാങ്ങുന്നവർക്ക് നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ കുറച്ച് എടുത്ത് ഇങ്ങനെ മണ്ണ് കളയും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് തരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൊറിയർ ചാർജ് വരും. അപ്പം നമുക്ക് അത്രയും വെയിറ്റോട് കൂടെ ചെടികൾ അയക്കാൻ പറ്റില്ല. അപ്പം ഇതുപോലെ കുറച്ച് മണ്ണൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ടാണ് കേട്ടോ ചെടികൾ തരുള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലെ ഈ ഒരു മണ്ണ് കളഞ്ഞ നമ്മുടെ ഈ ഒരു ചെടീനെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു പോട്ടി മിക്സറിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഒരു പോട്ടിൽ വേണമെങ്കിൽ നമുക്ക് 2 കളർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഭയങ്കര ഭംഗിയായിരിക്കും 2 കളർ വെച്ചാൽ. പക്ഷെ ഇപ്പം ഞാൻ ഒരെണ്ണമാണ് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് പോട്ടി മിക്സറും കൂടെ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു ചെടിയൊക്കെ നടുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യുമ്പം ഇതുപോലെ ഒരു ഹാഫ് പോർഷനാണ് കേട്ടോ നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ പാടുള്ളൂ. കൂടുതൽ ഇട്ട് കൊടുത്താൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും വളങ്ങൾ കൊടുക്കണമെങ്കിൽ ആ ഒരു സ്പേസ് നമ്മുടെ ഈ ഒരു പോട്ടിന് വേണം. അപ്പം അതുകൊണ്ട് ഇത്രയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മണ്ണ്. അപ്പം ഈ ഒരു ചെടി വാങ്ങുന്നവർ ഇതേ രീതിയിൽ വേണം കേട്ടോ നട്ട് കൊടുക്കാനായിട്ട്. കൊടുക്കുന്നത് നമ്മുടെ ട്രെയിൽ നമ്മൾ പിടിപ്പിച്ചേക്കണ ചെടിയാണ് കേട്ടോ. അത് കണ്ടോ, നല്ലോണം റൂട്ട് വന്നിട്ടുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ലോണം റൂട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഇതുപോലെ ഈ ഒരെണ്ണത്തിന് ഞാൻ 2 പ്ലാന്റിന് ഇതിലോട്ട് വെക്കുന്നുണ്ട്. ഏത് കളറാണെന്നൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മൾ 2 പോട്ടിൽ ഹാങ്ങി ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് എവിടെയാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണത് അവിടെ നമുക്ക് കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു ചെടീനെ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് ഡയറക്റ്റ് മഴവെള്ളം വീഴുന്നിടത്ത് നമ്മൾ വെക്കാതിരിക്കുക. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തേക്കണം നമ്മുടെ ആ ഒരു ചെടീനെ ഞാൻ ഇടാൻ ഉദ്ദേശിച്ചേക്കണ ആ ഒരു സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഓൾറെഡി കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് നാൾ മുന്നേ ആയതുകൊണ്ട് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നാശമായിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ മാറ്റിയിട്ട് ഇപ്പം നമ്മൾ വെച്ചേക്കണ ചെടികൾ എല്ലാം നമുക്ക് ഇനി ഇവിടെ ഇങ്ങനെ ഫുള്ളും സെറ്റ് ചെയ്യണം. അപ്പം ഇതുപോലെ ഉണ്ടല്ലോ, ഇവിടെ ഇട്ടേക്കണ ചെടികളെല്ലാം ഞാനൊന്ന് മാറ്റി സെറ്റ് ചെയ്യട്ടെ. അപ്പം ഇവിടെ ഫുള്ളും നമ്മളിങ്ങനെ പിന്നെ നല്ല ഭംഗിയിൽ ആദ്യത്തെ ഞാനൊരു വീഡിയോയിൽ ആദ്യ ഭാഗം ഞാൻ കാണിച്ചില്ലേ, ഇങ്ങനെ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അങ്ങനെ പൂക്കൾ ഉണ്ടായത്. അപ്പം അതുപോലെ നമുക്ക് ആക്കി എടുക്കണം ഈ ഒരു ചെടീനെ. അങ്ങനെ നമ്മൾ നട്ടു വെച്ചേക്കണം നമ്മുടെ ചെടികളൊക്കെ ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കുണ്ടല്ലോ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ചെടി നല്ല പെട്ടെന്ന് അങ്ങോട്ട് വളരും കേട്ടോ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ചെടീനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് അതുപോലെ ചെടി വളരുള്ളൂ കേട്ടോ. ഇപ്പം ഞാനിടുന്ന ഒരു വീഡിയോ കണ്ടിട്ട് പലർക്കും ഉണ്ടല്ലോ നമുക്ക് ചെടി നടാനുള്ള ഒരു എന്താ പറയുക ആ ഒരു ആവേശമൊക്കെ എല്ലാവർക്കും തോന്നും അല്ലേ, ഇതുപോലെ ഒരു പൂന്തോട്ടം ആക്കണം എന്നൊക്കെ എല്ലാവർക്കും തോന്നും. അതെനിക്കും തോന്നാറുണ്ട് കേട്ടോ. ചില വീഡിയോസൊക്കെ ഞാനും കാണുമ്പോൾ വിചാരിക്കും അതുപോലെ ചെയ്യണമല്ലോ, അങ്ങനെ ആക്കണമല്ലോ എന്നൊക്കെ. അത് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ നമ്മൾക്കൊരു ആഗ്രഹം വന്നാലുണ്ടല്ലോ, നമ്മൾ ഒരു ചെടി നട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒപ്പം കൂടെ നിൽക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ചെടി വളർന്നു വന്ന് അതുപോലെ നമുക്ക് പൂക്കൾ തരുള്ളൂ. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാനൊക്കെ നമ്മളൊരു ചെടീനെ നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പുറകെ ആ ഒരു ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നേടം വരെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കും. അപ്പം അങ്ങനെ നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഓരോ ചെടികളാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ കുറേ ചെടികൾ നമ്മൾ നട്ട് കഴിയുമ്പോൾ കുറേ ചെടികൾ നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകും. അപ്പം എന്ത് ചെയ്യും, നമുക്കൊരു മടുപ്പും തോന്നാതെ വീണ്ടും വീണ്ടും നമ്മൾ പുതിയ ചെടികൾ ഇതുപോലെ നട്ടുപിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിലുള്ളൊരു പൂന്തോട്ടം ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനായിട്ടും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.